ഈ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയെന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്റേഴ്സ് ഈ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ആ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്ത് ഒരുപാട് തരത്തിൽ അവരുടെ അതിനെ മുതലെടുത്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വഞ്ചിക്കുകയല്ലേ? അപ്പം ഈ ബ്രോ നിങ്ങളുടെ ഫാദറും ഈ ഒരു പാസ്റ്റർ ആവുമ്പം പുള്ളി ഇതിന്റെ ഒരു പാർട്ട് ആകുകയല്ലേ? യെസ്, ഓഫ് കോഴ്സ്. അതെ അതെ. ഈ പാവപ്പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വീക്ക്നെസ്സസ് ഉണ്ട്. യെസ്, അവർക്കൊന്ന് ഫിനാൻഷ്യലി അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർ ആ ഗ്രാമത്തിൽ അവരുടെ കൃഷിയും അവരുടെ ആടും മാടും പശുവും കോഴിയൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞു വന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ അവരുടെ ഭക്ഷണം തന്നെ ചെറുപ്പം റൊട്ടിയും ഡാലുകറിയൊക്കെ ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തുള്ള ആളുകളെ പോയിട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം അവർക്ക് നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, എന്നെ ഇപ്പോൾ സൈക്കിൾ കാണിച്ച് മോഹിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല, പറ്റത്തില്ല. പക്ഷേ കാറ് കാണിച്ചു പറ്റും. യെസ്, അതാണ്. എൻ്റെ കയ്യിൽ എന്താണോ ഇല്ലാത്തത്, എൻ്റെ മതം എന്താണോ എനിക്ക് തരാത്തത്, എൻ്റെ മതത്തിലുള്ളവർ എനിക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു തരുന്നില്ല, അത് മറ്റൊരു മതത്തിലുണ്ടെന്ന് കാണിക്കുമ്പോൾ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ സൈക്കോളജിക്കലി ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ, അതായത് പെന്തക്കോസ്തുകാർ ഇവിടുന്ന് സ്വന്തം കുടുംബത്തെ വിട്ട് പട്ടിണി കിടക്കാൻ വേണ്ടി അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർ അതായത് തീവ്രവാദികൾ എങ്ങനെയാണോ സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെ മാനസികാവസ്ഥ, ചാവേറുകളാവാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥ ഉണ്ടായത്, ആ ജിഹാദി സ്വഭാവം തന്നെയാണ് ഇവർക്ക്. സ്വയം പൊട്ടിത്തെറിക്കുന്നില്ലെന്നേ ഉള്ളൂ, സ്വയം സാക്രിഫൈസ് ചെയ്യണം. കുറച്ചുകൂടെ സൈലന്റ് ആണ്. യെസ്, അത് 2 types ഓഫ് ടെററിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് വയലന്റ് ആയിട്ടുള്ളവരും, ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ളവരും. നമുക്കിപ്പോൾ കാണാം, ഈ പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് പച്ചക്കറി 100 പറഞ്ഞ് വിൽക്കുന്നവരും ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ് സൈലന്റ്, ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ബൈ വൺ ഗെറ്റ് വൺ. യെസ്, അതാണ് ആ മാർക്കറ്റിംഗ് ഡിഫറൻസ് ആണ്. സൈക്കോളജിക്കലി ദാറ്റ് ഈസ് എ ബ്രാൻഡ്, ദിസ് ഈസ് വയലൻസ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, സാക്രിഫൈസിങ് ആണ്. അങ്ങനെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ, വി ആർ ബെസ്റ്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് എന്ന് കാണിക്കാൻ ഈസിയാണ്.